വെള്ളം ഇങ്ങനെ ദുരിതപൂർണമായ ജീവിതമായിട്ട് പോകും. എല്ലാ വർഷവും ഇങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം, തുലാവർഷത്തിലും കാലവർഷത്തിലും ഇങ്ങനെ 2 പ്രാവശ്യം ഈ വെള്ളക്കെട്ടുണ്ടാകുന്ന. കോട്ടയം ജില്ലയിൽ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്. കഴിഞ്ഞ 12 മണിക്കൂറിലേറെയായി ശക്തമായ മഴയെങ്ങും പെയ്തിട്ടില്ല. പക്ഷേ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഞാനിപ്പോൾ നിൽക്കുന്ന കുമരകം കോട്ടയം പാതയിലെ ഇല്ലിക്കൽ അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മീനച്ചിലാർ കരകവിഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. താഴ്ന്ന പഞ്ചായത്തുകളിലായ തിരുവാർപ്പ്, കുമരകം, അയ്മനം തുടങ്ങിയ മേഖലകളിലേക്കും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലയിലുള്ളവരാണ് കൂടുതലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. 28ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിലാകെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 420 അംഗങ്ങളോളം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര മേഖലയിൽ പെയ്ത അതിശക്തമായ മഴയും ഉരുൾപൊട്ടലുമാണ് ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. ഇവിടെയെങ്കിലും ഈ മേഖലയിലേക്ക് വലിയ ശക്തമായ മഴ അനുഭവപ്പെട്ടില്ല എങ്കിൽ കൂടിയും മലയോര മേഖലയിൽ ഉണ്ടായ മഴയും ഉരുൾപൊട്ടലും അടക്കം കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂട്ടി അങ്ങനെയാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായത്. നമ്മളോട് പ്രദേശവാസിയായ ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പേരെങ്ങനാ? പേര് കുഞ്ഞു മുഹമ്മദ്. എങ്ങനെയുണ്ട് വെള്ളക്കെട്ട്? വെള്ളം ഇന്നലത്തേനേക്കാൾ കൂടുതലാണ്, പിന്നെ കഴിഞ്ഞ വർഷത്തേനേക്കാൾ അല്പമെങ്കിലും കൂടുതലാണ് വെള്ളം. ഈ മലയോര മേഖലയിൽ നിന്നുള്ള വെള്ളത്തിന്റെ വരവാണ് ഇവിടെ ഇത്രയും. അതെ. ഇവിടെ താഴ്ച പ്രദേശമല്ലേ, അന്നേരത്തേക്ക് വെള്ളത്തിന്റെ കണയിലും ഉണ്ടാകും. പിന്നെ കിഴക്കുന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക് പിന്നെ തോടുകളെല്ലാം അടഞ്ഞു പോയില്ലേ, കണ്ടങ്ങളെല്ലാം നികത്തി, അന്നേരത്തേക്ക് വെള്ളം എവിടെയെങ്കിലും കൊള്ളണ്ടേ. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ദുരിതപൂർണമായ ജീവിതമായിട്ട് പോകും. എല്ലാ വർഷവും ഇങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം, തുലാവർഷത്തിലും കാലവർഷത്തിലും ഇങ്ങനെ 2 പ്രാവശ്യം ഈ വെള്ളക്കെട്ടുണ്ടാകുന്ന. ഇവിടേക്ക് പോവായിരുന്നു? ചെറിയ ജോലിയുണ്ട് കോട്ടയത്ത്, അതിന് പോവുക. സാധാരണ ബസ്സിൽ ഇറങ്ങി ഇങ്ങനെ നടന്നാണ് പോകുന്നത്? ഇവിടെയാ ബസ്, ഈ സ്റ്റോപ്പിലാ ബസ് നിർത്തുന്നത്. എന്നാലും ഇപ്പം വെള്ളക്കെട്ടായത് കാരണം മുണ്ടുമൊക്കെ കൊടുത്തോണ്ട് ഇങ്ങനെ പോകുന്നേച്ച്, അല്ലെങ്കിൽ പാൻറ്റുമൊക്കെ ഇട്ടുകൊണ്ട് പോരുള്ളൂ. ശരി, വളരെ സന്തോഷം. എന്തായാലും ഈ പ്രദേശത്തെ ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെയും കടകളൊക്കെയും അടച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ കച്ചവടമൊക്കെയും മുടങ്ങിയിട്ടുണ്ട്. പലരുടെയും ദൈനംദിന തൊഴിലും ജീവിതവും ഒക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട്. കൂടുതലും ആളുകളും കുട്ടികളുമൊക്കെയും ക്യാമ്പിലേക്കും അവരുടെ ബന്ധുവീടുകളിലേക്കുമൊക്കെയും മാറിയിട്ടുണ്ട്. പ്രധാനമായും ഇപ്പോൾ സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാ വർഷവും 2-3 തവണ മഴ പെയ്യുമ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് വെള്ളം? വെള്ളം വരവാണ്, വന്നുകൊണ്ടിരിക്കുക. ഇവിടെ മഴ കുറഞ്ഞിട്ടും മഴ കുറഞ്ഞ കിഴക്കുന്നുള്ള വെള്ളമായിരിക്കും, ഇനിയും ഉണ്ടാവും. കൂടുവല്ലേ? ഈ റൂട്ടിൽ എവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ട്? ഈ റൂട്ടിൽ അങ്ങോട്ട് എല്ലായിടത്തും ഉണ്ട്, ആ ഭാഗത്തെല്ലാം ഉണ്ട്. ആമ്പക്കുഴി, ചെങ്ങളം ഇപ്പുറം വരെ നല്ല വെള്ളം. ശരി. ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നതിന് ഗതാഗത തടസ്സമുണ്ടെങ്കിൽ കൂടിയും ഗൗരവതരത്തിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ ഇനി വലിയ വാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കുമൊക്കെയും പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇവിടത്തേക്കുള്ള ഗതാഗത തടസ്സമൊക്കെയും കൂടുതൽ, അല്ലെങ്കിൽ ഗതാഗത സംവിധാനം മുഴുവൻ താറുമാറാകുന്ന സ്ഥിതി ഉണ്ടാകും. എന്തായാലും ഈ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ഇത്തരത്തിലുള്ളൊരു ഗതികേടാണ് എല്ലാ വർഷവും നേരിടുന്നത്. എന്തായാലും ജില്ലയിൽ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴ കുറവുണ്ട് എന്നത് ഏറെ ആശ്വാസകരമാണ്. ടിവിൻ ഡൊമിനിക്കിനൊപ്പം ഇല്ലിക്കലിൽ നിന്നും ജോസി ബാബു, മീഡിയ 1. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.